ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 7-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫല പ്രസിദ്ധിയോടുകൂടി കേൾക്കുക. എന്തിനാണ് ഈ നക്ഷത്രഫലം എന്നും കേൾക്കുന്നത് അല്ലേ? ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനൊരു ചോദ്യം ചോദിച്ചേക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രഫലം പറയുക എന്നുള്ളത് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് പോകുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് പള്ളികളിലും ഒരുപാട് അമ്പലങ്ങളിലും ഒരുപാട് നേർച്ചകളും ഒരുപാട് ദൈവത്തെയൊക്കെ ആരാധിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതം ക്രമീകരിച്ച് നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരറിവ് കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അതാണ് ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാക്കും നാക്കുമാണ്, നമ്മുടെ ചിന്തയും പ്രവൃത്തിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശത്രുത തരുന്നത്. അപ്പോൾ അത് ശത്രുത ആയി വന്ന് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് സമയദോഷം എന്ന് പറയുന്നൊരു പ്രശ്നം വരുമ്പോഴും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. സമയദോഷം അനുഭവിക്കണം. നമ്മുടെ നാക്കിൻ്റെ പിഴ അത് വലിയൊരു ശത്രുതയായി വന്ന് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ ബുദ്ധി, ചില നേരത്തെ ചിന്ത, അതൊക്കെ നമുക്ക് ദോഷം ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ ഇത് സമയദോഷം കൊണ്ട് ഇതൊക്കെ വലിയ ഒരു പ്രശ്നത്തെ സൃഷ്ടിക്കും. അപ്പോൾ ഈ ഒരു സമയദോഷം എന്ന് പറയുന്നതാണ് ഞാൻ നക്ഷത്രഫലമായിട്ട് പറയുന്നത്. അത് പ്രിയപ്പെട്ടവർ കേട്ട് മോശമാണ്, ഞാൻ എന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കുക, ഈ ഒരൊറ്റ ചിന്തയുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതം നല്ല നിലയിൽ പോകും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എന്നും ഈ നക്ഷത്രഫലം പറയുന്നത്. അല്ല, പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കും എന്നും എന്തിനാണ് ഈ നക്ഷത്രഫലം പറയുന്നത്? അപ്പോൾ ഇന്നലെയും ചന്ദ്രൻ 12-ലാണ്, ഇന്നും ചന്ദ്രൻ 12-ലാണ്. പക്ഷെ അങ്ങനെയല്ല, ചന്ദ്രൻ ഇന്നലെ 12-ൽ നിന്നാലും ഇന്ന് 12-ൽ നിന്നാലും ഓരോ ദിവസവും ആധിപത്യമുള്ള ഗ്രഹമുണ്ട്. അവരും ചന്ദ്രനും തമ്മിലുള്ള കണക്ഷൻ അനുസരിച്ചാണ് നക്ഷത്രഫലം പറയുന്നത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ലതാണോ? അല്ല. ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നു, 12 നിൽക്കുന്നു. നല്ലതാണോ? അല്ല. ചന്ദ്രൻ ആരോട് ചേർന്ന് നിൽക്കുന്നു? രാഹുവിനോട് ചേർന്ന് നിൽക്കുന്നു. നല്ലതാണോ? അല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തിക്താനുഭവങ്ങൾ ഒരുപാട് രീതിയിൽ വന്നു ചേരും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു ചേരും. മാതാവിനെ കൊണ്ടുവന്നു തരാം. മാതാവിനുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്, പിതാവുമായിട്ടും ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ പിതാവ് മുഖേനയുള്ള ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ചിലപ്പോൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും. മനക്ലേശം, ധനവ്യയം, ദുഃഖം, അരിഷ്ടത, അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഒരു പക്ഷെങ്കിൽ ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നാളെ വരുന്നതെങ്കിൽ അല്ലെ വരാനിരിക്കുന്നതു എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് പോയാൽ ഈ പറയുന്നതൊന്നും സംഭവിക്കാതെ പോകും. ഓക്കെ, ഇനി ഇടവക്കൂറുകാരുടെ കാര്യം പറയാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് 11-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് രാഹുവായിട്ട് ചേർന്ന് നിൽക്കുന്നു. രാഹു പാടി നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ 3-ാം ഭാവത്തിൽ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുന്നു. നല്ലതാണോ? ചൊവ്വ ഒരു പാപഗ്രഹമല്ലേ, അത് 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ആ ചൊവ്വയെക്കൊണ്ട് യാതൊരു ഗുണവുമില്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പ്രേമത്തിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ആരെങ്കിലും ഔപചാരികമായി കണ്ടുമുട്ടാനും അവരോട് കൂടുതൽ അടുക്കുവാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് പിന്നീട് അത് വലിയൊരു പ്രതിസന്ധിയിൽ എത്തിച്ചേരും, വലിയൊരു പ്രശ്നത്തിൽ അവസാനിക്കും. ഇപ്പോൾ ആദ്യം ഭയങ്കര സുഖവും സന്തോഷവും ഒക്കെ തോന്നും, പിന്നീട് അത് വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് ജീവിതം തകരും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രഹനിലയാണ് ഇന്നത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ചൊവ്വാഴ്ച ദിവസം, ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഇന്നത്തെ എന്നുള്ള പറഞ്ഞാലും അനുഭവം വരുന്നത് ചൊവ്വാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടവക്കുറുകാർ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കണം. ആരുടെയും വലയിൽ പോയി പെടരുത്. നമ്മുടെ കണ്ണോ ബുദ്ധിയോ ചതിക്കും. ഒരുപക്ഷെ നമ്മുടെ വാക്ക് മധുരവാക്കായിട്ട് തോന്നും, പക്ഷെങ്കിൽ അത് പിന്നീട് മധുരം മാറി കയ്പാകും, ദുഃഖിക്കാൻ ഇടവരും. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങളുമായിട്ടുള്ള സഹകരണം വേണ്ടാന്ന് വയ്ക്കുക. അതൊരു പക്ഷേ പിന്നെ വേദനിക്കുന്നൊരു അനുഭവമായി മാറും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ ഒരാൾ ഭാര്യയും ഭർത്താവും മക്കളുമുള്ള വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ പോയി ചാടുന്നത് എങ്ങനെയാണ്? നിലവിൽ ഭർത്താവുണ്ട്, അല്ലെ ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്നൊരു
ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും. ആ അറ്റാച്ച്മെൻറ്റിൽ അങ്ങ് പോയി വീണ് ആദ്യം ഭയങ്കര സുഖമാണ്, പിന്നീട് പോയി വീഴുന്നത് ജയിലിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു നിമിഷത്തെ ഒരു മനസ്സിന് കിട്ടുന്നൊരു പ്രചോദനമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രചോദനങ്ങളിൽ പോയി ചാടരുത്. അപ്പോൾ നക്ഷത്രഫലം കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ, അങ്ങനൊരു സാഹചര്യം ഉണ്ടാകും. നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കടന്നു വരും. പക്ഷേ അവിടെ പോയി വീഴരുത്, അത് പിന്നെ വലിയൊരു പ്രശ്നത്തിൽ അവസാനിക്കും. അതൊക്കെയാണ് നക്ഷത്രഫലം കേട്ടാലുള്ള പ്രയോജനം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിവസം പ്രത്യേകത. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായുള്ള നേട്ടം നിങ്ങൾക്ക് നല്ലതാണ്. മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ ചൊവ്വാഴ്ച ദിവസം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, രണ്ടുപാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. രോഗത്താലോ ശത്രുതയാലോ മറ്റു വിഷയങ്ങളാലോ ഭാരപ്പെടുവാൻ സാധ്യതയില്ല. അതാണൊരു വിഷയം. എന്നാൽ കുടുംബസുഖം ഉണ്ടാകുമോ? അതുമില്ല. സാധാരണ നിലയിലൊക്കെ കുടുംബസുഖം അല്ലെങ്കിൽ ധനപരമായ നേട്ടമൊക്കെ പോയാലും വലിയ മെച്ചമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസമോ വലിയ പ്രശ്നങ്ങളോ ഉണ്ടാകുവാനും സാധ്യതയില്ല. അതുപോലെ തന്നെ രോഗത്താലോ ദുഃഖത്താലോ മറ്റ് ശത്രുതകളാലോ ഒന്നും ഭാരപ്പെടുവാനുള്ള സാഹചര്യവുമില്ല. തൊഴിൽപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാൻ തൊഴിലിടങ്ങളിൽ ആരുമായിട്ടെങ്കിലും പരിചയപ്പെട്ട് അതൊരു അനുരാഗത്തിൻ്റെ വക്കിലെത്തിച്ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമാണ്. ചിലരൊക്കെ ജീവിതത്തിൽ അല്പം കല്ലിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ ആയിരിക്കും ഈ മിഥുനക്കുറുകാർ ചൊവ്വാഴ്ച ദിവസം കടന്നു പോവുക. ഇനി നമുക്ക് പെട്ടെന്ന് കർക്കിടകക്കുറുകാരുടെ കാര്യം കൂടി ചിന്തിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയ, മാലിന്യ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം നേട്ടമാണോ കോട്ടമാണോ എന്നറിയണം. അത്യാവശ്യമാണ്, അറിഞ്ഞേ പറ്റൂ. കാരണം എന്താണ്? പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുള്ള സമയമാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് അവരുടെ മക്കളെ കൊണ്ടുള്ള ഒരു തൃപ്തികരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല. അതൊരു വിഷയമാണ്. മക്കളുടെ സ്ഥിതി മോശമാണ്. മക്കൾക്ക് വലിയ സൗഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. മക്കൾ പിതാവിനെ ആശ്രയിക്കേണ്ട ഒരു സാധ്യതയാണ്. പിതാവിൽ നിന്ന് ധനമൊക്കെ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നാൽ ഇവർ മാതാവിനെ ദ്വേഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാതാവിനോട് ശത്രുതയാൽ പെരുമാറുന്നൊരു സാഹചര്യം കൂടി ഇപ്പോൾ ഇവർക്കുണ്ട്. അതൊരു വിഷയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ കർക്കിടകക്കുറുകാർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടിയാണ് അവരുടെ ജീവിതം പോകുന്നത്. തൊഴിൽപരമായുള്ള സ്ഥിതി മെച്ചമാണോ? അല്ല, അത്ര മെച്ചമൊന്നും അല്ല. അതും പോകുന്നു. അവിടെ വലിയ പുരോഗതിയൊന്നും ഇല്ല. എന്നാൽ ഇപ്പോൾ ശാരീരികമായ സ്ഥിതി അല്പം ഭേദമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിലൊക്കെ പോകുന്നു. എങ്കിലും ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് ഈ കർക്കിടകക്കുറുകാർക്ക് ഇപ്പോൾ നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം അറിയുക. അല്ലാത്തതൊക്കെ നമ്മൾ കഥ പറഞ്ഞ സമയം കളഞ്ഞതിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് കർക്കിടകക്കുറുകാർ കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായ നേട്ടവും കുടുംബസുഖവും ഉണ്ട്. അതുകൊണ്ട് ഹാപ്പിയായിട്ടൊക്കെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം എങ്ങനെയായിരിക്കും? ചൊവ്വാഴ്ച ദിവസം അവർക്ക് വലിയ ദോഷമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള വലിയ നഷ്ടമോ അല്ലെങ്കിൽ തിക്താനുഭവങ്ങളൊന്നും അവർക്ക് വന്നു ചേരാൻ സാധ്യതയില്ല. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകും. സാധാരണ ഒരു ജീവിതത്തിൽ കൂടി പോകും. എന്നാൽ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു ചൊവ്വാഴ്ച ദിവസമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസവുമല്ല ഈ ചൊവ്വാഴ്ച ദിവസം. അപ്പം വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല. എന്നാൽ വലിയ നേട്ടമൊന്നുമില്ല. സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി പോവും. ചിങ്ങക്കൂറുകാർക്ക് പിന്നെ ഇപ്പോൾ അവർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അത് സർവൈശ്വര്യ പൂജയിൽ പങ്കുചേർന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവർക്ക് വേണ്ടി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയൊന്നും മോശമാകത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. സർവേശ്വര്യ പൂജയിൽ പങ്കുചേർന്നിട്ടുള്ള ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അത് മഹാദേവൻ അവരെ കൈകളിൽ സുരക്ഷിതമായി താങ്ങിക്കൊള്ളും. അവർക്കൊരു പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ മുന്നമേ പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ ഇച്ചിരി അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ശാരീരികമായിട്ടുണ്ടാകും. അവർക്ക് നടുവിന് വേദന, കൈക്ക് വേദന, കാലിന് വേദന, മുട്ടിന് വേദന ഒക്കെ ഉണ്ടാകും. എല്ല് സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും.
അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അവർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്, രാഹുവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിലെ രാഹുവും ചന്ദ്രനും ഇവർക്ക് കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ യാത്രയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ഈ ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള സ്ഥിതി അനുകൂലമാണ്, തൊഴിൽപരമായുള്ള സ്ഥിതി അനുകൂലമാണ്. എന്നാൽ ചിലർക്കൊക്കെ തൊഴിലിന് പോകാനും പറ്റുന്നില്ല, കിട്ടുന്നതൊട്ട് തികയത്തുമില്ല, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് ഈ ചൊവ്വാഴ്ച ദിവസം ചിങ്ങക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കാൻ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ അവർക്ക് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഒരു ഗുണവുമില്ല. നീചനായിട്ടാണ് ആ ഗ്രഹം നിൽക്കുന്നത്, 12 നിൽക്കുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു നേട്ടവും നിങ്ങൾക്കില്ല. ഒരു പക്ഷേ നിങ്ങൾ ഒരു ബ്രോക്കറാണെങ്കിൽ അത് വിറ്റ് ഇത് വിറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ സ്വപ്നം കാണും, നടക്കത്തില്ല, ഒരു നേട്ടവും കിട്ടത്തില്ല. ഇനി ബ്രോക്കറല്ല, നിങ്ങളുടെ ഭൂമി വിൽക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്നൊരു കാര്യവും നടക്കുന്ന സമയമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്നാൽ വീട്, വസ്തു, വാഹനം അത് സംബന്ധിച്ചുള്ള നേട്ടങ്ങളും തൊഴിൽപരമായുള്ള നേട്ടവും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, അതൊരു സത്യമാണ്. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല, അതൊരു വിഷയമാണ്. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ പോകുന്ന സമയമല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് അതും അങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വയെ കൊണ്ട് നിങ്ങൾക്ക് കാര്യമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. നിങ്ങൾ വലിയ ധൈര്യമൊക്കെ സാമർഥ്യമൊക്കെ കാണിക്കാൻ ശ്രമിച്ചാൽ പോലും അതൊന്നും നടക്കുന്ന വിഷയമല്ല. അങ്ങനെയുള്ളൊരു വിജയമൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദിവസവുമല്ല എന്നുള്ളതാണ് പ്രത്യേകത. കുടുംബസുഖമുണ്ടോ? ചെറിയ രീതിയിലുണ്ട്. ധനപരമായ നേട്ടമുണ്ടോ? ചെറിയ രീതിയിലുണ്ട്. മക്കളുടെ സ്ഥിതി അനുകൂലമാണോ? ചെറിയ രീതിയിലൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെയാണ് ഈ കന്നിക്കൂറുകാർ ചൊവ്വാഴ്ച ദിവസം കടന്നു പോവുക. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, 7 രാഹുവും ചന്ദ്രനും നിൽക്കുന്നു. പ്രശ്നത്തിൽ പോയി ചാടരുത്. ആരെങ്കിലും നിങ്ങളെ പുതുതായി പരിചയപ്പെടുമ്പോൾ അത് നല്ലതാണെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ രാഗം പിന്നെ അനുരാഗമായി മാറി അതിലൂടെ പോയി പ്രശ്നങ്ങളൊന്നുണ്ടായി ജീവിതം കളയരുത്. അങ്ങനെയുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഗ്രഹനിലയാണ്. 7ാം ഭാവത്തിൽ ചന്ദ്രനും രാഹുവും കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്, അല്ലാതെ എന്നോടൊന്നും തോന്നരുത്. അപ്പോൾ ഓരോ ദുർബല നിമിഷങ്ങളിലാണ് ഈ ആൾക്കാരൊക്കെ പോയി ഇങ്ങനെ ഓരോ ആപ്പിൽ ചാടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ അതിനെ തട്ടി തുറക്കളയുക, നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുക. അപ്പോൾ അതിനൊരു അവസരം നിങ്ങൾക്ക് ജഗദീശൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒട്ടുമിക്ക ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ കല്ലുകടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് 7 രാഹുവും ചന്ദ്രനും കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്, സൂക്ഷിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല, അതാണൊരു വിഷയം. അപ്പോൾ കുടുംബത്തിൻ്റെ മൊത്തം അവരുടെ സ്ഥിതി, അവരുടെ കുടുംബത്തിൻ്റെ മൊത്തം സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വലിയ നേട്ടമൊന്നുമുള്ള സമയമല്ല. അത് അവരുടെ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ കടന്നു ചെന്നാലും പുറമേ ഒരു ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടെങ്കിലും അത് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു സമയമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിലെ സുഖകരമായ അനുഭവങ്ങളൊന്നും അവർക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പിന്നെ ഒരു രീതിയിലൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു അനുഭവമാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കുള്ളത്. വലിയ മെച്ചപ്പെട്ട സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വരും. സർവേശ്വര പൂജയിൽ പങ്കുചേർന്നിട്ടുള്ള തുലാക്കൂറുകാരുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇനി സംഭവിക്കാൻ പോവുകയാണ്. മഹാദേവൻ അവരുടെ ജീവിതത്തിൽ ഇടപെടും. ഇത്രയും നാൾ മഹാദേവൻ അവരിൽ നിന്നും അകന്നു നിന്നിട്ടുണ്ടെങ്കിൽ മഹാദേവൻ ഇനിയിപ്പോൾ അവരെ ചേർത്ത് പിടിക്കും. തീർച്ചയായിട്ടും വിശാഖ നക്ഷത്ര ജാതകരൊക്കെ ഉണ്ട്, സർവേശ്വര പൂജയിൽ ചേർന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ മഹാദേവൻ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തെ മഹാദേവൻ കൊടുക്കും. 100% സത്യമാണ്, വിശ്വസിക്കുക. അപ്പോൾ പ്രതിസന്ധി നിറഞ്ഞൊരു സമയമാണ്. ഇപ്പം ഈ തുലാക്കൂറുകാരെക്കുറിച്ച് ഗ്രഹനില വെച്ച് നോക്കിയാൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു? വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു, നല്ലതാണോ? അല്ല. ശനി എവിടെ നിൽക്കുന്നു? ശനി അവർക്ക് 5-ൽ നിൽക്കുന്നു. എന്നാൽ ഒരു കാര്യത്തിലും പ്രോത്സാഹനം ഉണ്ടാകത്തില്ല, എല്ലാത്തിലും തടസ്സങ്ങൾ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇപ്പം ചൊവ്വാഴ്ച ദിവസം 6-ലാണ് നിൽക്കുന്നത്. 6-ലാണ് അവർക്ക് ചന്ദ്രൻ നിൽക്കുന്നത്, 6-ൽ രാഹു നിൽക്കുന്നു. അപ്പോൾ ഈ 6-ൽ രാഹുവും ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ജാതകന് നേട്ടം?
മനസ്സ് പറയും, ചന്ദ്രൻ മനസ്സിൻ്റെ കാരക ഗ്രഹമാണല്ലോ, മനസ്സ് പറയും മേടിക്ക് നാളെ കൊടുക്കാം, മറ്റന്നാൾ കൊടുക്കാം, നിങ്ങൾ കടം മേടിച്ചാൽ നമുക്ക് അവിടുന്ന് കിട്ടും ഇവിടുന്ന് കിട്ടും, നിങ്ങൾ മേടിക്ക്, അത് ചിലവഴിക്ക്, കൊടുക്കാൻ പറ്റുമോ? രാഹു ചതിക്കും. ചന്ദ്രൻ പറയും മേടിച്ചോ എന്ന്, പക്ഷേ രാഹു പറയും എന്താണ്? കൊടുക്കാൻ പറ്റരുത്, കടം കയറി മുടിയണം, കടം കയറി നശിക്കണം, ശത്രുക്കൾ വന്ന് നിന്നെ വെട്ടിക്കൊല്ലണം, വീട് കയറി ആക്രമിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ രാഹു സന്തോഷിക്കും. ചന്ദ്രൻ എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കും, മേടിച്ചോ. അപ്പോൾ മനുഷ്യന് ചില സാഹചര്യങ്ങളിൽ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഞെരുങ്ങി ജീവിക്കണം. ഓടിച്ചെന്ന് കണ്ടവരോട് കാണുന്നവരോടെല്ലാം കടം മേടിച്ച് നമ്മൾ അങ്ങനെ ജീവിക്കരുത്. ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഇല്ലാത്ത പോലെ ജീവിക്കണമെന്ന് ആരെ കാണിക്കാനാ? മനസ്സിന് സുഖവും സന്തോഷവും കിട്ടുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലുത്. നമ്മൾ ചുമ്മാതെ കാണുന്നവരോടെല്ലാം പോയി കൈ നീട്ടും, കടവും മേടിക്കും. അവസാനം തിരുമേനി എനിക്ക് 3 ലക്ഷം രൂപ കടമുണ്ട്, എന്നെ രക്ഷിക്കണം. തിരുമേനി എന്നാ ചെയ്യും? മഹാദേവൻ പറഞ്ഞു, പറയും അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൻ ബുദ്ധി പ്രയോഗിച്ചില്ല. കുറച്ച് നാൾ അലച്ച് വിളിച്ച് കഴിയുമ്പോൾ മഹാദേവൻ എങ്ങനെയെങ്കിലും പ്രവർത്തിച്ച് രക്ഷപ്പെടുത്തും. ഒക്കെ അത് സത്യമാണ്. എന്തിനാണ് പോയി ചാടുന്നത്? നമ്മൾക്ക് ധനത്തിന് വരുമാനം കുറവാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കണം. വീട്ടിലെ ജീവിത സാഹചര്യങ്ങളൊക്കെ ക്രമീകരണം വരുത്തണം, വിശാലത കുറയ്ക്കണം, ചില കുറവ് വരുത്തണമെന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ പോയാൽ മാത്രമേ ജീവിതം നല്ല നിലയിൽ പോവുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഒരു ശുഭ സൂചന കണ്ടിട്ട് ഓടിപ്പോയി 15 ലക്ഷത്തിൻ്റെ വാഹനം മേടിക്കും, 50 ലക്ഷത്തിൻ്റെ വീട് വെക്കും. 2 കൊല്ലം കഴിയുമ്പം ഭാര്യയും ഭർത്താവും അടിച്ചു പിരിയും. അവസാനം ഒന്നും കാണത്തില്ല, വീടും വിൽക്കാൻ ബോർഡ് വെക്കും, കടം കയറി മദ്യപിച്ച് ജീവിതം എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ മനുഷ്യൻ ഏത് നിലയിലുള്ളവരാണെങ്കിലും നമ്മുടെ ഈ സ്ഥിതി ഒറ്റ ദിവസം കൊണ്ട് മാറാം എന്നുള്ളതാണ് ഗ്രഹനില. നവഗ്രഹങ്ങൾ തരുന്ന ഫലം അതാണ്. ഇന്ന് കാണുന്ന അനുഭവം നാളെ നിൽക്കണമെന്നില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറുകാർക്കും ചൊവ്വാഴ്ച ദിവസം വലിയ നേട്ടമൊന്നുമില്ല. അവർക്ക് സ്വസ്ഥതയൊന്നും അനുകൂലമല്ല. പിന്നെ അവർക്കൊരു ആശ്വാസമുണ്ട്. എന്താണ്? കടബാധകളാലും രോഗത്താലും ശത്രുതകളാലും ഭാരപ്പെടുന്നവർക്ക് വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകാം എന്നുള്ളതാണ്. വലിയ ശത്രുതയും പ്രശ്നങ്ങളൊന്നും വന്നു തരാതെ കടന്നു പോകാം എന്നുള്ളതാണ്. അല്ലാതെ വലിയ നേട്ടമൊന്നുമില്ല. അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ 4-ാം ഭാവത്തിലെ ശനിയെ ഒട്ടും നല്ലതല്ല. അപ്പോൾ ആ ശനി ദോഷം ചെയ്യാതിരിക്കാൻ ശനീശ്വര സന്നിധിയിൽ പൂജ ചെയ്യണമെന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. നീരാഞ്ജനമൊക്കെ ഉൾപ്പെടെയുള്ള വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ പോയി മുടങ്ങാതെ ചെയ്യണം. വല്ലപ്പോഴും ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, മുടങ്ങാതെ ചെയ്യണം. എൻ്റെ വീഡിയോ ആണെങ്കിലും വല്ലപ്പോഴും ഒന്നും കണ്ടിട്ട് കാര്യമൊന്നുമില്ല, മുടങ്ങാതെ കേൾക്കുക. ഞാനും അതല്ലേ ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ കാണുക, കേൾക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇങ്ങനെയല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് അപ്പം മഹാദേവനും അല്ലെങ്കിൽ ശനീശ്വരനും ഒക്കെ ആഗ്രഹിക്കുന്ന എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം ചെല്ലണം, ദർശനം നടത്തണം, വഴിപാട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകും. അപ്പം വൃശ്ചികക്കൂറിൽപ്പെട്ട കേട്ട നക്ഷത്ര ജാതകർക്കൊക്കെ വേണ്ടി ഞാൻ സർവീശ്വര പൂജ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു മാറ്റം വരും, അത് 100% ഉറപ്പാണ്. അപ്പോൾ വൃശ്ചികക്കൂറിൽപ്പെട്ട കേട്ട നക്ഷത്ര ജാതകർക്ക് മാത്രമേ ഞാൻ സർവീശ്വര പൂജ ചെയ്തിട്ടുള്ളൂ. അനിഴത്തിന് ചെയ്തിട്ടില്ല, വിശാഖം കാലിന് ചെയ്തിട്ടില്ല, കേട്ടയ്ക്ക് ചെയ്തിട്ടുണ്ട്. കേട്ട നക്ഷത്ര ജാതകർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ മഹാദേവനൊരു മാറ്റം വരുത്തും. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് വലിയ കാര്യമായ നേട്ടമൊന്നും ഇല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലരുടെ ജീവിതത്തിലൊക്കെ കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടെന്നും ഗ്രഹസ്ഥിതി വെച്ച് പറഞ്ഞാൽ പോലും അത് കാര്യമായിട്ടൊന്നും ഉണ്ടാകണമെന്നില്ല. പല പ്രകാരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സാഹചര്യവും നിലവിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഏറെക്കുറെ ചെറിയ രീതിയിലുള്ള കാര്യവിജയമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും വശീകരിച്ചൊക്കെ കാര്യവിജയം നടത്തുവാൻ പറ്റുന്നൊരു സമയമാണ്. അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ചൊക്കെ കാര്യവിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണെന്നുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നുമുള്ള ദിവസമല്ല ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് കാര്യമായ നഷ്ടമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിലും ആയുസ്സിനെ സംബന്ധിച്ച് ദോഷമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. നഷ്ടസാധ്യതകൾ വളരെ കുറവാണ്.
കാരണം ഈ ചൊവ്വ നീചനായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചിലർക്ക് അനുകൂലമാകാം, ചിലർക്ക് പ്രതികൂലമാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായാൽ പോലും ദോഷകരമായ ആയുസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ വലിയ ധനനഷ്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. ചെറിയ രീതിയിലൊക്കെ ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ അതായത് ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെറിയ രീതിയിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അല്ലാതെ വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല, എന്നാൽ വലിയ നേട്ടവും വന്നു ചേരുന്നൊരു ദിവസമല്ലെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലർക്ക് തൊഴിൽ ഗുണം അനുകൂലമാണ്, ദാമ്പത്യ ജീവിതം അനുകൂലമാണ്. ചിലർക്ക് ദാമ്പത്യ ജീവിതം തൊഴിൽ ഗുണവും ശത്രുതയിൽ കൂടി അല്ലെങ്കിൽ പ്രശ്നത്തിൽ കൂടി കടന്നു പോകാനും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ബലമുള്ള ഒരു ചൊവ്വ 7ാം ഭാവത്തിൽ നിന്നാൽ എന്താണ്? ചൊവ്വാദോഷം. അപ്പോൾ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി, 2 പേരും ചേരത്തില്ല, ആരും കട്ടയ്ക്ക് നിൽക്കും, ഒരാളുടെ മുമ്പിൽ താഴത്തില്ല, അപ്പോൾ അടിപിടി. എന്നാൽ ഈ ചൊവ്വാഴ്ച അതിനൊന്നും സാധ്യതയില്ല കേട്ടോ. ചൊവ്വ നീചനായിട്ടാണ് നിൽക്കുന്നത്, ബലമില്ലാതാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഭാവത്തിൻ്റെ അധിപൻ ഇവർക്ക് എവിടെയാണ് നിൽക്കുന്നത്? 3ാം ഭാവത്തിലാണ്, രാഹുവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായിട്ട് സഹകരിക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചേക്കണം. ചിലപ്പോൾ നമുക്ക് ആ ഒരു സഹകരണം ഒരു അനുരാഗത്തിൻ്റെ വക്കിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. അത് വേണ്ട കേട്ടോ, അത് ഒഴിവാക്കിയേക്കണം. അങ്ങനൊരു സാധ്യതയുണ്ട്. രാഹുവുമായിട്ടാണ് 7ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ 7ാം ഭാവത്തിൻ്റെ അധിപനാണ്, ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ് അല്ലേ? ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കാനുള്ള പ്രചോദനം കൊടുക്കുന്ന ഗ്രഹമാണ് ഈ ചന്ദ്രൻ. ആ ചന്ദ്രൻ അനുരാഗത്തിൻ്റെ ഗ്രഹമായ രാഹുവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ പോകും സംഭവം? അപ്പോൾ അതൊക്കെ സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായിട്ടുള്ള സഹകരണം ഒരു അനുരാഗത്തിൻ്റെ വക്കിലേക്കായി പോകും. ചെറുപ്പക്കാരൊക്കെയാണ് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. വിവാഹം കഴിച്ച് ജീവിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണൊക്കെ ചതിക്കും അല്ലേ? മനുഷ്യൻ്റെ കണ്ണ്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നമ്മളെ തന്നെ ചതിക്കും. കണ്ണ് ചതിക്കും, ചിന്ത ചതിക്കും, എല്ലാം ചതിക്കും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. നമ്മൾ അതൊക്കെ ആലോചിച്ച് വേണം ജീവിക്കാൻ. ബുദ്ധിയിൽ തോൽക്കരുത്, ബുദ്ധി പോലും നമ്മളെ ചതിക്കും. അതാണ് നമുക്ക് ബുദ്ധിമോശം സംഭവിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊരു ശ്രദ്ധ വേണം. എന്താണ്? സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായിട്ടുള്ള സഹകരണം ചിലപ്പോൾ ഒരു വിപത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ട്. ബാക്കി തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ബുധൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു, സൂര്യൻ 12ൽ നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള ചെറിയ നഷ്ടങ്ങളൊക്കെ വന്നാൽ പോലും വലിയ ദോഷമൊന്നും വരത്തില്ല. ബുധൻ 12ൽ നിന്നാൽ നമ്മൾ സഞ്ചാരമൊക്കെ ചെയ്യും, അതായത് ടൂറ് പോകുകയോ അല്ലെങ്കിൽ വിദേശത്ത് പോകുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിന്നാൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ സുഹൃത്തുക്കൾ സഹോദരങ്ങളായിട്ടുള്ള ഒരു അടുപ്പം, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ സൂര്യൻ 12ൽ നിന്നാൽ നമുക്ക് ആയുസ്സിനെ ദോഷം ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ചന്ദ്രൻ ബലവാനായതുകൊണ്ട് അങ്ങനെ അകപ്പെട്ട വ്യക്തികളൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറി. ഇനിയിപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. തൊഴിൽ നഷ്ടത്തിനൊന്നും സാധ്യതയില്ല. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. പക്ഷേ നാളത്തെ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പങ്കുവച്ചത്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂർപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക് രോഗ, ദുഃഖ, ദുരിത, പ്രയാസങ്ങളാൽ അവർ വളരെ ഭാരപ്പെടേണ്ട ഒരു ദിവസമാണ് എന്ന് നാളെ. പക്ഷെങ്കിൽ നാളെ അത് ഉണ്ടാകുമോ? ഇല്ല. എന്താണ് കാരണം? 2ൽ രാഹുവുമായിട്ടാണ് രോഗത്തിൻ്റെയും ശത്രുതയുടെയും അതുപോലെ തന്നെ കടബാധ്യതയുടെയൊക്കെ അധിപനായ ചന്ദ്രൻ പോയി നിൽക്കുന്നത്. അപ്പോൾ അവിടെ രാഹു അതിനെല്ലാം തടസ്സപ്പെടുത്തി കൊടുത്തിക്കോളും. അതായത് രോഗമൊന്നും വരാതെ നോക്കും, കടബാധ്യതയിൽ നിന്ന് വലിയ ശത്രുതയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കും, ശത്രുത വന്നു ചേരാതെ നോക്കും. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പോകും. രാഹു തന്നെ 2ൽ നിന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല, കടബാധ്യതകളിൽ കൂടിയായിരിക്കും കുടുംബം പോകുന്നത്. എന്നാൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് ചന്ദ്രൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ, അതായത് 6ാം ഭാവത്തിൻ്റെ അധിപനല്ലേ, ഇപ്പോൾ രോഗം തരാം, കടം തരാം, ശത്രു തരാം, പക്ഷേങ്കിൽ രാഹു അത് തടസ്സപ്പെടുത്തി. അപ്പോൾ അങ്ങനെയുള്ളൊരു സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി കുംഭക്കൂറുകാർ ഈ ചൊവ്വാഴ്ച ദിവസം കടന്നു പോകുന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു പാപഗ്രഹമായ ചൊവ്വ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്, 10ാം ഭാവത്തിൻ്റെ അധിപനാണ്, പക്ഷേ ബലമില്ലാതെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതൊരു വിഷയമാണ്. തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകും. ഇടയ്ക്ക് അവർക്ക് രാജയോഗമൊക്കെ വന്നു ചേർന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം നാളെ അവർക്ക് രാജയോഗമൊന്നുമില്ല കേട്ടോ. രാജയോഗം വരും, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ രാജയോഗം ഉണ്ടാകും.
അല്ലാത്തവർക്ക് ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ 1-2 ദിവസമൊക്കെ രാജയോഗ അനുഭവം ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് നാളെ ഇവർക്ക് തൊഴിൽ ഗുണവും കാര്യമായി ഉണ്ടാകണമെന്നില്ല, സഹോദരബന്ധം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല, കുടുംബത്തിൻ്റെ സ്ഥിതി വലിയ മെച്ചമൊന്നുമല്ല, എന്നാൽ വലിയ ദോഷവും ഒന്നും ചേരത്തില്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതം സുഖകരമായി തന്നെ പോകും, വലിയ കുഴപ്പമൊന്നുമില്ലാതൊക്കെ പോകും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്രട്ട രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതേകന്മ അനുകൂലമല്ല, കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉണ്ടാകുന്ന ദിവസമല്ല, ഭാഗ്യം കൊണ്ട് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല, ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സഹോദരങ്ങളെ കൊണ്ടുള്ള സുഹൃത്തുക്കളെ കൊണ്ടുള്ള കാര്യമായ നേട്ടമൊന്നും വന്നു ചേരുന്നൊരു സമയം കൂടിയല്ല. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർ ആ വിധത്തിൽ കൂടി കടന്നു പോകും. പിന്നെ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത വിജയവും തൊഴിൽഗുണമുണ്ട്, ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതവും തൊഴിൽഗുണവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് നക്ഷത്രപരമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും എല്ലാ പ്രിയപ്പെട്ടവരിലും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർമൈൻഡ് ഓഫ് നോളജ്.